ഒന്നും അറിയാത്ത ഒരു പക്ഷേ മക്കളായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് വീട്ടുകാരായിരിക്കും ഒരു പക്ഷെ ഒറ്റപ്പെട്ടു പോകുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി വീശാൻ പോണം. ഓ, വീശാൻ പോകുന്ന പറഞ്ഞ മീൻ പിടിക്കാൻ പോകുന്നതിന്റെ ഒരു ഇതാട്ടോ, അത് പല വീശുന്നതിനെ ഉദ്ദേശിക്കുന്നത്. അതെ അതെ, അത് നമ്മൾ മീൻ പിടിക്കാൻ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകും. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറിയ വിഷയങ്ങൾക്കാണ് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ തല്ലിട്ട് പിരിഞ്ഞു പോകുന്നത്. അവരുടെ വാശിക്ക് അവർ പോകുമ്പോൾ ഒന്നും അറിയാത്ത ഒരു പക്ഷേ മക്കളായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് വീട്ടുകാരായിരിക്കും ഒരു പക്ഷെ ഒറ്റപ്പെട്ടു പോകുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചേട്ടൻ്റെ കുടുംബം അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന ആ വാക്കിനോട് എന്താണ് ചേട്ടൻ ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഫീൽ ചെയ്തതിൽ ആ ഭാര്യയും കുടുംബം എന്ന് പറഞ്ഞേക്കാൾ എനിക്ക് തോന്നിയതേ അതിൽ പണത്തിനോ മറ്റു സ്വാധീനമോ ഒന്നുമല്ല. നല്ല പച്ച ഇഷ്ടവും സ്നേഹം മതി. ഈ പറഞ്ഞ സാധനം ഒന്നും ഉണ്ടാവില്ല. നമ്മ അവരെ ചേർത്ത് പിടിക്കുക. ചെറിയ വിഷയങ്ങൾക്കാണ് ഇപ്പോൾ ഈഗോ എന്നാണ് എല്ലാം ഡെവലപ്പായിട്ട് അവസാനം രണ്ട് വഴിക്കാവും. സ്നേഹം മതി. അതെങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് ചേട്ടൻ പറയുന്നത്? അതെനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമല്ല അവിടെ. ആ ബന്ധങ്ങൾക്ക് വളരെ മൂല്യമായിട്ട് നമ്മൾ കാണുക ഇല്ലേ? ഭാര്യ, മക്കള്, നമുക്ക് ഇഷ്യൂ വന്നാലും നമ്മളത് മാനേജ് ചെയ്യില്ല. നമ്മ ചില കാര്യങ്ങള് വിട്ടുകൊടുത്താൽ പോരെ. അതിലേക്ക് ഒരു ബലം പിടിക്കുമ്പോഴല്ലേ ഈ പറഞ്ഞ വിഷയം അല്ലേ? അല്ലേ? അപ്പൊ ഈഗോ അതൊക്കെ അറിയില്ല, വിട്ടേക്ക, ഒന്ന് കണ്ണടച്ചേക്കാം. സഞ്ചരിക്കുന്നു. ആ മോളെ, എനിക്ക് 2 മോളാണ്, മീനാക്ഷി അമ്മയും. രണ്ടുപേരും അത്യാവശ്യം പ്രോഗ്രാമിനൊക്കെ പോണതാണ്. മോളിപ്പോൾ അഭിനയിച്ചൊരു ആൽബമൊക്കെ റിലീസ് ആയതുണ്ട്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഓർക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക് പോകില്ല, ഒന്ന് കണ്ണടച്ച് കളയാം. പിന്നെ ഏറ്റവും വലിയ ആയുധമല്ലേ ഈ പറഞ്ഞ സ്നേഹം. ശരി, അത് കൊടുത്താൽ എന്താ തിരിച്ചു കിട്ടൂലേ? ശരി. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ആ രീതിയിൽ നല്ല മൂല്യത്തോടും സ്നേഹത്തോടും കൊണ്ടുപോയാൽ മതി. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വീട്ടിലാരൊക്കെയാ എല്ലാവരുടെ പേരൊന്ന് പറഞ്ഞു? വീട്ടിൽ അച്ഛൻ ഉണ്ട്, ഇപ്പം അമ്മ പോയി. പിന്നെ ഒരു മൂത്തൊരു സഹോദരനുണ്ട്, പുള്ളി പോലീസിലാണ്. പിന്നെ ഭാര്യയുടെ പേര് ശാരി. എനിക്ക് 2 മോള്. പേരൊക്കെ അമേയ, മീനാക്ഷി. പോകുന്നു. പ്രോഗ്രാം കണ്ടിട്ടുണ്ടെന്നോട് ഈ പടത്ത് വീശാൻ പോണതൊക്കെ അത് പരിപാടി പോവും. ഞങ്ങൾ എല്ലാവരും കൂടി വീശാൻ പോണ. വീശാൻ പോകുന്ന പറഞ്ഞ മീൻ പിടിക്കാൻ പോകുന്നതിന്റെ ഒരു ഇതാട്ടോ, അത് പല വീശുന്നതിനെ ഉദ്ദേശിക്കുന്നത്. അതെ അതെ, അത് നമ്മൾ മീൻ പിടിക്കാൻ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകും. മീനൊക്കെ പിടിച്ചിട്ട് വരും. അത് ഇപ്പോഴും പോവും. അത് നമ്മൾ ചെയ്ത തൊഴിലും കൂടിയാണല്ലോ. ചെറുപ്പത്തിലെ ജീവിക്കാൻ വേണ്ടി പാടത്തപ്പണിയും ഒക്കെ ചെയ്തല്ല. അത് മറക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ അഭിമാനക്കുറവൊന്നുമില്ല. നമുക്കൊരു ഓർക്കുമ്പോൾ സന്തോഷമല്ല. ഓക്കെ, ഇനി ഏറ്റവും നല്ലൊരു അടിപൊളി പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് നിർത്താം. അടിപൊളി പാട്ട് ഏതാണ്? ഇഷ്ടമുള്ള പാട്ട് എടുക്കും. അടിച്ചൊളി പാട്ടുകൾ അങ്ങനെ അടിച്ചൊളി പാട്ട് വേണ്ട, ഞാൻ നല്ലൊരു പാട്ട് ഉദ്ദേശിച്ചത്. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണു നീ? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ നീ കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ട് വെങ്ങിനാണു നീ? ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണു നീ? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണു നീ? അപ്പോൾ സലിം ചേട്ടൻ്റെ സ്വപ്നങ്ങളിലോട്ടും ആഗ്രഹങ്ങളിലോട്ടും എല്ലാം ഒരു പോസിറ്റീവായ കാര്യങ്ങളെല്ലാം സംഭവിക്കട്ടെ. മുന്നോട്ട് പോയ വഴികളെല്ലാം ഹാപ്പി ആവട്ടെ. പിന്നെ കാശി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം നിങ്ങളെല്ലാവരും ഒരു കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. അതുകൂടി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. എന്തായാലും
സലിം ചേട്ടനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിൽ. അതുകൊണ്ടാണ് ഇത്രയും, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ്, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നേടിയെടുത്താൽ ഒന്നും അല്ലാണ്ടായി മാറുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ സലിം ചേട്ടൻ ഇന്ന് നമ്മുടെ മുന്നിലിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്, ഞാൻ ഒരുപാട് വേദികളിൽ വെച്ച് കാണാറുണ്ട് ഈ റോഹിച്ചൻ്റെ ഈ പ്രോഗ്രാമും ഈ ചാനലും. ഞാൻ ഇടയ്ക്ക് വിളിക്കുമല്ലേ, വാട്സാപ്പൊക്കെ ചെയ്യുമല്ല. അപ്പോൾ അത് റോഹിച്ചേനെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ ഇങ്ങനെ ഇവിടെ ഇത്ര വലിയ ഒരുപാട് ആളുകൾ കാണുന്നൊരു ഇതിൽ ഈ ഫ്ലോറിൽ വന്നിരിക്കാൻ കഴിഞ്ഞത് അതിലും വലിയ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. താങ്ക് യു.